തെല്ലൊരു നടുക്കത്തോടെയും പേടിയോടെയുമല്ലാതെ ഇലന്തൂരിലെ നരബലിയെക്കുറിച്ച് മലയാളികൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കില്ല. സമ്പന്നരാകാൻ വേണ്ടി ഷാഫിയും ഭഗവത് സിംഗും ലൈലയും കൊലപ്പെടുത്തിയത് 2 സ്ത്രീകളെ, പത്മയെയും റോസ്ലിനെയും. കള്ളം പറഞ്ഞും ചതിച്ചും ഇരകളെ ആഭിചാര കളത്തിലേക്ക് എത്തിച്ച് നിഷ്കരുണം കൊലപ്പെടുത്തി അവയവങ്ങൾ ഭക്ഷിച്ച കഥ കേട്ടുകേൾവി പോലും ഇല്ലാത്തതായിരുന്നു. ഇലന്തൂരിൽ നിന്ന് 23 മണിക്കൂർ സഞ്ചരിച്ചാൽ ഹൈദരാബാദിലെത്തും. ഇലന്തൂർ നരബലിയെ ഓർമ്മിപ്പിക്കുന്ന കൊലപാതക പരമ്പരയാണ് അവിടെയും നടന്നിരിക്കുന്നത്. ഇലന്തൂരിൽ മൂവർ സംഘമാണ് നരബലി നടത്തിയതെങ്കിൽ തെലങ്കാനയിൽ 11 പേരെ നിഷ്ഠൂരമായി കൊന്നത് ഒറ്റയ്ക്കൊരാൾ. പേര് സത്യനാരായണ. 4 വർഷങ്ങൾ, 3 സംസ്ഥാനങ്ങളിലായി 11 പേരുടെ കൊലപാതകം. ദുർമന്ത്രവാദക്കളവും കർപ്പൂരവും നാരങ്ങയും മനുഷ്യക്കുരുതിയും ചോരക്കളവുമെല്ലാം ചേർന്ന് തെലങ്കാനയെ ഭീതിയിലാഴ്ത്തിയ ആഭിചാര കൊലപാതകത്തിന്റെ കഥയറിയാം. ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന് 47-കാരനായ രാമദ സത്യനാരായണ സ്നേഹമുള്ള കുടുംബനാഥനാണ്. തെലങ്കാന നഗർകുണൂലിലെയും വനർപത്തിയിലെയും റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാർക്കിടയിൽ സത്യനാരായണയ്ക്ക് ഒരു ചെറുകിട ബ്രോക്കറുടെ വേഷമാണ്. വിശ്വാസികൾക്കിടയിലാകട്ടെ പരമ്പരാഗത പച്ചമരുന്ന് വൈദ്യൻ, രാത്രിയുടെ മറവിൽ അധികമാർക്കും അറിയാത്ത നിധിവേട്ടക്കാരനും. ഹൈദരാബാദ് സ്വദേശി ഗോവുല വെങ്കിടേഷിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഈ വർഷം ഡിസംബർ 12-ന് സത്യനാരായണ തെലങ്കാന പോലീസിന്റെ പിടിയിലാകുന്നത്. അറസ്റ്റിലാകുമ്പോൾ പോലീസിന് അറിയില്ലായിരുന്നു ഈ 2020 മുതൽ വിവിധ സംസ്ഥാനങ്ങളിലായി നിരവധി പേരെ കൊലപ്പെടുത്തിയ സീരിയൽ കില്ലറാണ് തങ്ങളുടെ മുന്നിലിരിക്കുന്നതെന്ന്. സത്യനാരായണയുടെ അടുത്ത് പല ആവശ്യങ്ങൾക്ക് വേണ്ടി പലരും സമീപിക്കും. ചിലർക്ക് വസ്തു കച്ചവടം ചെയ്യണം, ചിലർക്ക് വേണ്ടത് പച്ചമരുന്ന്, മറ്റു ചിലർക്ക് ആഭിചാരവും. ഇവരുടെ എല്ലാം വിശ്വാസം നേടിയെടുക്കുന്നതിൽ സത്യനാരായണ വിജയിച്ചിരുന്നു. വെറും ആഴ്ചകളും മാസങ്ങളും കൊണ്ട് തന്നെ സത്യനാരായണ പറയുന്നതിനപ്പുറത്തേക്ക് മറ്റൊരു വാക്കിൽ എന്ന സ്ഥിതിയിലേക്ക് എത്തും കാര്യങ്ങൾ. പിന്നെ ഏത് സ്ഥലത്തും അസമയത്ത് വിളിച്ചാൽ പോലും കണ്ണടച്ച് ഇവർ എത്തും. ഈ അമിതവിശ്വാസം തന്നെയാണ് ഇവരെ മരണത്തിലേക്ക് നയിച്ചത്. സത്യനാരായണയുടെ ആദ്യത്തെ ഇര 42-കാരനായ ഖാജ പാഷയായിരുന്നു. തെലങ്കാന ഏനുകൊണ്ട ഗ്രാമത്തിലെ പച്ചക്കറി വിൽപ്പനക്കാരനായിരുന്നു ഖാജ പാഷ. ഒരിക്കൽ പാഷ തന്റെ പേരിലുള്ള ഭൂമിയിൽ അവിചാരിതമായി കുടത്തിന്റെ അവശിഷ്ടം കണ്ടെത്തി. ഇതോടെ ഭൂമിക്കടിയിൽ നിധി ഉണ്ടാകുമെന്ന ചിന്തയായി പാഷയുടെ മനസ്സിൽ. 2020-ന്റെ തുടക്കം മുതലേ തന്നെ പാഷ സത്യനാരായണയുമായി പരിചയത്തിലായിരുന്നു. സത്യനാരായണയും പാഷയും വൈകാതെ സുഹൃത്തുക്കളുമായി. അങ്ങനെ പാഷ തന്റെ ഭൂമിയിലുള്ള നിധിയെക്കുറിച്ചുള്ള സംശയം സത്യനാരായണയുമായി പങ്കുവച്ചു. സത്യനാരായണയാകട്ടെ പണം തട്ടാനുള്ള അവസരമായി അതിനെ കണ്ട് പാഷയുടെ നിഗമനം ശരിയാണെന്ന് ആത്മവിശ്വാസം നൽകി. 10 ലക്ഷം രൂപ വരുന്ന പാഷയുടെ ഭൂമിയേക്കാൾ 10 മടങ്ങ് വില മതിക്കുന്നതാകും ഭൂമിക്കടിയിലെ നിധിയെന്ന് വിശ്വസിപ്പിച്ചു. നിധി പുറത്തെടുത്ത് തരാനുള്ള കൂലിയായി ഭൂമി തന്റെ പേരിൽ എഴുതി നൽകണമെന്ന് സത്യനാരായണ പറഞ്ഞു. അങ്ങനെ ഭൂമി സത്യനാരായണയുടെ പേരിലാക്കി മാറ്റി. രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞതോടെ പാഷയെ സത്യനാരായണ അവഗണിച്ചു തുടങ്ങി. ഇതിൽ കുപിതനായ പാഷ സത്യനാരായണയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്ന് ഭീഷണിപ്പെടുത്തി. പിന്നാലെ നിധി എടുക്കാനുള്ള സമയം വന്നെത്തിയെന്ന് പറഞ്ഞ് 2020 ഓഗസ്റ്റ് 13-ന് അയാൾ പാഷയുടെ വീട്ടിലെത്തി. തൊട്ടടുത്ത ദിവസം പാഷയുടെ ഭാര്യ സഹോദരൻ സെയ്ദ് വീട്ടിലെത്തിയപ്പോൾ കണ്ടത് നടുക്കുന്ന കാഴ്ചയാണ്. വീടിനകത്തെ അടുക്കളയിൽ പാഷയുടെ ചേതനയേറ്റ ശരീരമാണ് കണ്ടത്. തൊട്ടടുത്തായി ചെറിയൊരു കുഴിയിൽ കർപ്പൂരം, തേങ്ങ, നാരങ്ങ, റോസാപ്പൂവിൻ്റെ ഇതളുകൾ, കത്തിച്ച ചന്ദനത്തിരി, മഞ്ഞൾ എന്നിവ കണ്ടെടുത്തു. തൊട്ടടുത്ത മുറികളിലായി പാഷയുടെ ഭാര്യ 40 വയസ്സുള്ള അസ്മ ബീഗം, 65-കാരിയായ ഭാര്യ മാതാവ് ഹാസിറ ഭായ്, പാഷയുടെ മകൾ 11 വയസ്സുകാരിയായ അസ്രിൻ ഹസീന. ഖാജ പാഷയെയും കുടുംബത്തെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അലട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റേത് ആദ്യം ആത്മഹത്യയാണെന്ന് കരുതിയെങ്കിലും നാരങ്ങയും കർപ്പൂരവും പോലുള്ള മറ്റു സാമഗ്രികൾ കണ്ട് അത് ആഭിചാരമാണെന്ന് പോലീസ് ഉറപ്പിച്ചു. ഡിസംബർ 12-ലെ അറസ്റ്റിന് പിന്നാലെ സത്യനാരായണ എങ്ങനെയാണ് ഖാജ പാഷയെയും കുടുംബത്തെയും കൊലപ്പെടുത്തിയതെന്ന് വിവരിക്കുന്നുണ്ട്. കുടുംബത്തിലെ 4 പേരെയും 4 വിഷം കലർത്തിയ പാല് കുടിക്കാൻ നൽകുകയായിരുന്നു. ദൈവപ്രീതിക്ക് വേണ്ടിയെന്ന് പറഞ്ഞാണ് പാല് കുടിപ്പിച്ചത്. വിഷമകത്ത് ചെന്ന് കുടുംബം മുഴുവൻ കൊല്ലപ്പെട്ടുവെന്ന് ഉറപ്പായതോടെ സത്യനാരായണ സ്ഥലം കാലിയാക്കി. 4 വർഷമായി 11 പേർ കൊല്ലപ്പെട്ടിട്ടും സത്യനാരായണയുടെ പേര് പുറത്തു വരാതിരുന്നതിനുള്ള കാരണം സത്യനാരായണ ഇരകളുമായി ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയായിരുന്നു. തന്നെക്കുറിച്ചോ നിധിയെക്കുറിച്ചോ പുറത്താരോടെങ്കിലും പറഞ്ഞാൽ നിധി കണ്ടെത്താനുള്ള സാധ്യത കുറയുമെന്ന് സത്യനാരായണ ഇരകളെയെല്ലാം വിശ്വസിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അയാളുടെ ഇടപെടൽ ആരും അറിയാതെ മറഞ്ഞിരുന്നു.
നഗർകുണുൽ പോലീസിന്റെ റഡാറിൽ സത്യനാരായണയുടെ പേര് ആദ്യമായി പതിയുന്നത് വനപത്ല ഗ്രാമത്തിലെ 50-കാരനായ കൃഷിക്കാരൻ വസ്ത്രല ലിംഗസ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ്. ഖാജ പാഷയുടെ പോലെ തന്നെ നിധി കണ്ടെത്തി തരുന്നതിന് പ്രത്യുപകാരമായി ഭൂമി എഴുതി വാങ്ങിയതായിരുന്നു ഇവിടെയും തട്ടിപ്പ്. പിന്നാലെ 2020 നവംബർ 18-ന് ലിംഗസ്വാമിയെ കൊലപ്പെടുത്തി. ഒറ്റപ്പെട്ട സ്ഥലത്ത് തല വലിയ കല്ലുകൊണ്ട് അടിച്ചു തകർത്താണ് ലിംഗസ്വാമിയെ സത്യനാരായണ കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് മുൻപായി സത്യനാരായണയെയും ലിംഗസ്വാമിയെയും ഒരുമിച്ച് കണ്ടവരുണ്ടായിരുന്നു. ഇത് പോലീസിന് മൊഴിയായി ലഭിക്കുകയും ചെയ്തു. സത്യനാരായണയെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചുവെങ്കിലും ലിംഗസ്വാമിയെ അറിയില്ലെന്ന മൊഴിയിൽ സത്യനാരായണ പതറാതെ ഉറച്ചുനിന്നു. ഇവർ തമ്മിലുള്ള ബന്ധം തെളിയിക്കാൻ തെളിവുകളില്ലാതിരുന്നത് കൊണ്ട് തന്നെ പോലീസിന് അയാളെ വെറുതെ വിടുകയല്ലാതെ മറ്റു വഴികളില്ലായിരുന്നു. വെങ്കിടേഷിന്റെ കൊലപാതകമാണ് സത്യനാരായണയുടെ കുഴി തോണ്ടുന്നത്. നിധി തേടി നടന്ന ഗോവുല വെങ്കടേഷ് എന്ന യുവാവായിരുന്നു സത്യനാരായണയുടെ ഒടുവിലത്തെ ഇര. നിധി കണ്ടെത്തി നൽകുന്ന സത്യനാരായണയ്ക്കുള്ള കൂലിയായി 2023 ഓഗസ്റ്റ് 10-ന് ഗോവുല വെങ്കടേഷ് ആരിൽ നിന്നോ 10 ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു. പിന്നീട് സത്യനാരായണയുടെ പതിവ് രീതിയായ അവഗണിക്കൽ തന്ത്രം വെങ്കിടേഷിനടുത്തും പ്രയോഗിച്ചു. നിധി തേടി നൽകാൻ വെങ്കിടേഷ് സമ്മർദ്ദം ചെലുത്തി. അങ്ങനെ സെപ്റ്റംബറിൽ സത്യനാരായണ വെങ്കിടേഷിനെ ഒരു ഒഴിഞ്ഞ പ്രദേശത്തെത്തിച്ചു. നിധി കണ്ടെത്താനായി 3 ഗർഭിണികളായ സ്ത്രീകളെ ബലി കൊടുക്കേണ്ടി വന്നുവെന്ന് വെങ്കിടേഷിനോട് പറഞ്ഞു. ഇതു കേട്ട് ഭയന്ന് വിറച്ച വെങ്കിടേഷ് ഒരക്ഷരം പോലും ഉരിയാടാനാകാതെ തരിച്ചു നിന്നു. പേടിച്ചിരണ്ട വെങ്കിടേഷ് തൊട്ടടുത്ത ദിവസം തന്നെ ഹൈദരാബാദിലേക്ക് കടന്നു. തനിക്ക് നിധി വേണ്ടെന്നും തന്ന 10 ലക്ഷം തിരികെ നൽകിയാൽ മതിയെന്നും സത്യനാരായണയെ വിളിച്ചറിയിച്ചു. എന്നാൽ സത്യനാരായണയുടെ വലയിൽ നിന്ന് അത്ര എളുപ്പത്തിൽ ഊരിപ്പോകാനാകില്ലെന്ന് വെങ്കിടേഷ് അറിഞ്ഞില്ല. നവംബർ 1-ന് സത്യനാരായണ വെങ്കിടേഷിനെ വിളിച്ചിട്ട് നിധിയുള്ള ഇടം കണ്ടെത്തിയെന്ന് അറിയിച്ചു. കുറച്ച് ആഭിചാര കർമ്മങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ട് 2 ദിവസത്തേക്ക് തന്നെ വിളിച്ചാൽ കിട്ടില്ലെന്നും അറിയിച്ചു. പിന്നാലെ നവംബർ 4-ന് സത്യനാരായണയും വെങ്കിടേഷും തമ്മിൽ കണ്ടുമുട്ടി. നിധിയുള്ളിടത്തേക്ക് പോകും മുൻപ് വെങ്കിടേഷിനെ കൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യിച്ചു. അങ്ങനെ യാത്ര തിരിച്ചു. ഇരുവരും ഒരു ഒഴിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ദേവപ്രീതിക്കായി പാല് കുടിക്കണമെന്ന് പറഞ്ഞ് സത്യനാരായണ വിഷം കലർത്തിയ പാല് വെങ്കിടേഷിന് നൽകി. വെങ്കിടേഷിനെയും കൊണ്ട് ജലാൽപൂർ ഗ്രാമത്തിന് പുറത്തുള്ള വിജനമായ കുന്നിൻ ചെരുവിലെത്തി. അർദ്ധബോധാവസ്ഥയിലായ വെങ്കിടേഷിനെ പുറത്തിറക്കി. ഷർട്ട് ഉരുമാറ്റി കണ്ണുകൾ അടച്ചിരിക്കാൻ പറഞ്ഞു. പിന്നാലെ വായ തുറക്കാനും. സത്യനാരായണ കൊടുത്ത വിഷം ചേർത്ത പാലിന്റെ സ്വാധീനത്തിൽ വെങ്കിടേഷ് സത്യനാരായണ പറഞ്ഞതെല്ലാം യാന്ത്രികമായി ചെയ്തു. ഒടുവിൽ അയാളുടെ കയ്യിൽ കരുതിയ ആസിഡ് വെങ്കിടേഷിന്റെ വായിലും മുഖത്തുമെല്ലാം ഒഴിച്ചു. വെങ്കിടേഷിന്റെ ഷർട്ടും പേഴ്സും ID കാർഡുകളുമെല്ലാം സത്യനാരായണ പലയിടത്തായി ഉപേക്ഷിച്ചു. എല്ലാ തെളിവും നശിപ്പിച്ചുവെന്ന് ഉറപ്പാക്കി ആത്മവിശ്വാസത്തോടെ അവിടെ നിന്ന് പോയി. എന്നാൽ വെങ്കിടേഷിന്റെ കാര്യത്തിൽ സത്യനാരായണയുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചിരുന്നു. മറ്റിരകളിൽ നിന്ന് വിഭിന്നമായി വെങ്കിടേഷ് സത്യനാരായണുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഭാര്യ ലക്ഷ്മിയോട് പറഞ്ഞിരുന്നു. മാത്രമല്ല സത്യനാരായണയുടെ നമ്പർ അടക്കം ഭാര്യയുടെ പക്കലുണ്ടായിരുന്നു. വെങ്കിടേഷിനെ കാണാതായതോടെ ഭാര്യ ലക്ഷ്മി സത്യനാരായണയെ ഫോണിൽ ബന്ധപ്പെട്ടു. ലക്ഷ്മിയുടെ ഫോൺ കോളിൽ ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പതിവ് ശാന്തത കൈവരിച്ച് സത്യനാരായണ വെങ്കിടേഷിനെ അറിയില്ലെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. എന്നാൽ ലക്ഷ്മി പിടിവിട്ടില്ല. നവംബർ 26-ന് അമ്മാവനെയും വെങ്കിടേഷിനെ 2 സുഹൃത്തുക്കളെയും കൂട്ടി സത്യനാരായണയെ തേടിയെത്തി ലക്ഷ്മി. സത്യനാരായണയെ ലക്ഷ്മിയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്തുവെങ്കിലും അയാൾ ഒഴിഞ്ഞു മാറി. രക്ഷയില്ലെന്നായപ്പോൾ ലക്ഷ്മി പോലീസിൽ അഭയം തേടി. സത്യനാരായണയുമായുള്ള ഫോൺ കോളുകളും പണം നൽകിയതിന്റെ തെളിവുകളും ലക്ഷ്മി പോലീസിന് കൈമാറി. തെളിവുകൾ ലഭിച്ചതോടെ സത്യനാരായണ പോലീസ് പിടിയിലായി. ഖാജ പാഷ, ലിംഗസ്വാമി, വെങ്കിടേഷ് എന്നിവരിൽ മാത്രം ഒതുങ്ങുന്നതല്ല സത്യനാരായണയുടെ കൊലപാതക പരമ്പരയെന്ന് ചോദ്യം ചെയ്യലിൽ പോലീസിന് മനസ്സിലായി. തികലപ്പള്ളി ഗ്രാമത്തിലെ 72-കാരനായ ഭീംറാം റെഡ്ഡി, മകൾ 42 വയസ്സുള്ള തിരുപത്മ, എന്തപട്ലയിലെ 38-കാരൻ മുഹമ്മദ് സലീം, കോലാപൂരിലെ 52-കാരൻ ശ്രീനിവാസലു, തിമ്മരസപ്പള്ളിയിലെ 43-കാരൻ സമ്പത്തി ശ്രീധർ റെഡ്ഡി എന്നിവരും കൊല്ലപ്പെട്ടവരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. എല്ലാവരും കൊല്ലപ്പെട്ടത് നിധി തേടിയുള്ള യാത്രയ്ക്കിടെ. സത്യനാരായണയ്ക്ക് പണം നൽകും. നിധി ലഭിക്കാതാകുമ്പോൾ സത്യനാരായണയെ സമ്മർദ്ദത്തിലാക്കും. ഒടുക്കം നിധി ലഭിക്കാനുള്ള സമയം വന്നെത്തിയെന്ന് പറഞ്ഞ് ഇരകളോട് ഒരു ദിവസം പറയും. ആ ദിവസം സത്യനാരായണ വിഷം ചേർത്ത പാലുമായി എത്തും. ദൈവപ്രീതിക്കായി ഇരകൾ അത് കുടിക്കും. കണ്ണുകൾ അടച്ചിരിക്കാൻ സത്യനാരായണ പറയും. കണ്ണുകൾ ഇറുക്കിയടച്ച് നിധി കിട്ടി ധനികരായി ജീവിക്കുന്നത് സ്വപ്നം കണ്ട് അവർ ഇരിക്കും. പിന്നെ ആ കണ്ണുകൾ തുറക്കില്ല.